നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. HS മാത്സ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ 10ാം ക്ലാസ്സിലെ സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ സർക്കിൾ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് പ്രോബ്ലമാണ് അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദി ഫിഗർ triangle ABC is drawn with the vertices A, B and C on the circle. O is the center of circle. Prove that angle OAB plus angle ACB equal to 90 degree. ഈ ആംഗിളും കൂട്ടിയാൽ 90 എന്ന് പറയണം. That means we need to prove that x plus y equal to 90. ഞാൻ ഈ ആംഗിൾ x എന്നും ഈ ആംഗിൾ y എന്നും എടുത്തു. We need to prove that x plus y equal to 90. For that purpose, join BO അങ്ങനെ ജോയിൻ ചെയ്തു. അപ്പോൾ OAB എന്ത് തരം ട്രയാങ്കിൾ ആണ്? OA റേഡിയസ് ആണ്, OB റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് രണ്ട് ഈക്വൽ ആണ്. അപ്പോൾ ഇത് രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ. ഇറ്റ് ഈസ് എ ട്രയാങ്കിൾ വിത്ത് ടു സൈഡ്സ് ഈക്വൽ. സോ ഇറ്റ് ഈസ് an isosceles triangle. So this angle x means this is also x degree. So let angle OAB equal to x, then angle OBA is also x degree. OBA എന്ന് പറയുന്നത് ഈ ആംഗിൾ x തന്നെയായിരിക്കും. Then how much will be angle AOB? Angle AOB ഇത് ഞാൻ x എടുത്തു, അപ്പോൾ ഇത് x കിട്ടി. അപ്പോൾ കാരണം ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട്, സമപാർശ്വ ത്രികോണമായതുകൊണ്ട് ഈ രണ്ടാംഗിൾ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാം. AOB എന്ന് പറയുന്നത് 180ൽ നിന്ന് രണ്ടാംഗിൾ കുറയ്ക്കുന്നതാണ്, അതായത് എക്സും കുറയ്ക്കുന്നതാണ്. അപ്പോൾ എന്ത് കിട്ടി? 180 മൈനസ് 2x, അതാണ് ഈ ആംഗിൾ. ഈ ആംഗിളും ഇതും തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. എന്താ ബന്ധം? ഇവിടെ ആംഗിൾ സി എന്ന് പറയുന്നത്, അതായത് ആംഗിൾ ACB എന്ന് പറയുന്നത് ആംഗിൾ AOBയുടെ ഹാഫാണ്. കാരണം ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണിത്. ഇത് എത്രയാണോ അതിൻ്റെ ഹാഫായിരിക്കും ഇത്. അപ്പോൾ ആംഗിൾ സി ഈസ് ഈക്വൽ ടു ഹാഫ് ആംഗിൾ AOB. അത് നമുക്കറിയാം. ഹാഫ് ഇൻറ്റു ആംഗിൾ AOB എന്ന് പറഞ്ഞാൽ എത്രയാ? 180 മൈനസ് 2x. 180 മൈനസ് 2xൻ്റെ ഹാഫാണ് ആംഗിൾ AOBയുടെ ഹാഫാണ് y. അപ്പോൾ നമുക്ക് കിട്ടും y ഈസ് ഈക്വൽ ടു 180/2 മൈനസ് 2x/2. അപ്പോൾ 180/2 മൈനസ് 2x/2 നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. എന്ത് കിട്ടും? നമുക്ക് എങ്ങനെ കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു 90. 180/2 90, 2x/2x. മൈനസ് x സെപ്പറേറ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? y പ്ലസ് x ഈക്വൽ ടു 90. എക്സും വൈയും കൂട്ടി ഇപ്പോൾ 90 ആയി. അതായത് ആംഗിൾ OAB പ്ലസ് ആംഗിൾ ACB ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ ACB ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ ചെയ്തെന്താണെന്ന് മനസ്സിലായല്ലോ. ഈ ആംഗിൾ x എടുത്തു, അപ്പോൾ ഇത് x ആണ്, ഇത് 180 മൈനസ് 2x ആണ്, ഇതിൻ്റെ ഹാഫാണിത്. 180 മൈനസ് 2xൻ്റെ ഹാഫ് 90 മൈനസ് x. അപ്പോൾ y 90 മൈനസ് x ഈക്വലായി. അപ്പോൾ x പ്ലസ് y 90 ആയി. അപ്പോൾ പ്രോബ്ലം എളുപ്പമായല്ലോ. ഇനി ഇതുപോലെ മറ്റൊരു പ്രോബ്ലം ഇവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. Two perpendicular chords AB and CD intersect at a point, suppose E എന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നു. Prove that the arc APC and arc BQD together form a semicircle. സർക്കിളിന്റെ ഹാഫാന്ന് പറഞ്ഞു. അതായത് APC എന്ന് പറയുന്ന ആർക്കും BQD എന്ന് പറയുന്ന ആർക്കും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സെമി സർക്കിൾ ആകുമെന്ന് പ്രൂവ് ചെയ്യുക. ഇതിൻ്റെ സെൻറ്റർ ഞാൻ O എന്ന് എടുത്തിട്ടുണ്ട് ഇവിടെ. സെൻറ്റർ O. അപ്പോൾ ഇൻ ദി ഫിഗർ AB and CD are two perpendicular chords. Perpendicular means the angle between them is 90 degree. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളും ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളും കൂടി ചേർന്നാൽ 180 ആവും എന്ന് പറഞ്ഞാൽ സെമി സർക്കിൾ ആവും എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ആംഗിൾ സം ഓഫ് ദി സെൻട്രൽ ആംഗിൾസ് ഈസ് 180 ഡിഗ്രി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിങ്ങനെ ജോയിൻ ചെയ്യും. അപ്പോൾ വാട്ട് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഈസ് ട്രയാങ്കിൾ AED? ട്രയാങ്കിൾ AED ഈസ് റൈറ്റ് ട്രയാങ്കിൾ. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഏതൊരു റൈറ്റ് ട്രയാങ്കിൾ എടുത്താലും അതിൻ്റെ ഒരു ആംഗിൾ 90 ആണ്, മറ്റ് രണ്ട് ആംഗിൾസിൻ്റെ സം 90 ആയിരിക്കും. അപ്പോൾ ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ എക്സ് പ്ലസ് വൈ എത്രയായിരിക്കും? 90 ആയിരിക്കും. ബിക്കോസ് സം ഓഫ് ദി acute angles of any right triangle is 190 ഡിഗ്രി. അപ്പോൾ എക്സ് പ്ലസ് വൈ 90 ആണ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ പോകണം, ഇത് എക്സ് എന്ന് എടുത്തു, ഇത് വൈ എന്ന് എടുത്തു. അപ്പോൾ എക്സ് പ്ലസ് വൈ എത്രയായിരിക്കും? ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. ഇത് മാത്രം 90 ആണ്, മൂന്ന് ആംഗിളും കൂടി ചേർന്നാൽ 180 ആണ്. ഇത് മാത്രം 90 ആകുമ്പോൾ മറ്റ് രണ്ട് ആംഗിളും കൂടി ചേർന്നാൽ 180 90 by 90. So x plus y is equal to 90 we know because sum of the acute angles of a right triangle. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ അത് ഇങ്ങനെ ജോയിൻ ചെയ്താൽ കിട്ടും. അതുപോലെ ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ഇതിങ്ങനെ ജോയിൻ ചെയ്താൽ കിട്ടും. ഇതും കൂടി ആഡ് ചെയ്താൽ 180 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. We need to prove that angle AOC plus angle BOD, angle AOC plus angle BOD equal to 180. That is what we need to prove. നമ്മൾ ഇത് എക്സ് എന്ന് എടുത്തിട്ടുണ്ട്. ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഏത് ആർക്കിലെ ആംഗിളാന്ന് നോക്കി, ഇത് ഇങ്ങനെ ഒരു ആർക്ക്, അതിലെ ആംഗിളാണിത്. കണ്ടോ, അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കാണിത്, അതിൻ്റെ സെൻട്രൽ ആംഗിളാണിത്. അപ്പോൾ ഈ APC എന്ന ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിള്, APC എന്ന ആർക്ക് ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ, ഇതിൻ്റെ ട്വൈസ് ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ആംഗിൾ AOC is equal to 2x എന്ന് കിട്ടും. ബിക്കോസ് സെൻട്രൽ ആംഗിൾ ഈസ് ട്വൈസ് ദി ആംഗിൾ ഇൻ ആൻ ആർക്ക്, ട്വൈസ് angle in an arc. അപ്പോൾ AOC എന്ന് പറയുന്നത് 2x. അത്രയും ക്ലിയർ ആയല്ലോ. ഇനി അതുപോലെ BOD നോക്കാം. BOD വരുമ്പോൾ ഈ ആർക്ക് കണ്ടോ, അതിൻ്റെ സെൻട്രൽ ആംഗിളാണ്. അതായത് BQD എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിളാണ്. കണ്ടത് ഇത് A, ഇത് Y എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദിസ് ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ? ഇത് y ആണെങ്കിൽ അതിൻ്റെ ട്വൈസ് വരണം ഇത്. അപ്പോൾ BOD ഈസ് 2y. സെയിം റീസൺ ആണ്. സെൻട്രൽ ആംഗിൾ ഈസ് ട്വൈസ് ദി ആംഗിൾ ഇൻ ദി കോംപ്ലിമെന്ററി ആർക്ക്. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ആംഗിൾ AOC പ്ലസ് ആംഗിൾ BOD ഈക്വൽ ടു 2x പ്ലസ് 2y എന്നായി. ഇത് 2x എന്ന് കിട്ടി, ഇത് 2y എന്ന് കിട്ടി. ഇത് 2x ആണ്, ഇത് 2y ആണ്. അപ്പോൾ 2x plus 2y, 2 into x plus y, and x plus y is 90 because sum of the acute angles of a right triangle. So 2 into 90, so equal to 180. Therefore, arc APC and together form a semicircle. അപ്പോൾ ഈ രണ്ടാർക്കും ചേർന്നാൽ സെമി സർക്കിളാണ്. ഇത് രണ്ടും ചേർന്നാൽ സെമി സർക്കിളാണെങ്കിൽ അടുത്ത രണ്ടും ചേർന്നാലും സെമി സർക്കിളാവും. അപ്പോൾ അത് രണ്ടും രീതിയിൽ ചോദിച്ചാലും നമുക്ക് ഇതേ ആൻസർ തന്നെ എഴുതിയാൽ മതി. മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.